ഈ കഴിഞ്ഞ 2 മാസം ഞാൻ എവിടെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അതിന്റെ മുന്നേ ഞാൻ എന്തായിരുന്നു എന്ന് നിങ്ങൾ അറിയണമായിരുന്നു. റെഡി? ഞാനൊരു യൂട്യൂബ് ആൻഡ് ഇൻസ്റ്റാഗ്രാം കോണ്ടന്റ് ക്രിയേറ്റർ ആണ്. എനിക്ക് എന്റെ മന്ത്ലി റവന്യൂ എന്ന് പറയുന്നത് സാലറി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 80,000 to 1 lakhന്റെ ഇടയിൽ ഞാൻ ഏൺ ചെയ്യുന്നുണ്ടായിരുന്നു. പെർ പ്രൊമോഷൻ 15 to 20K മന്ത്ലി ഒരു 5-6 പ്രൊമോഷൻസ് വരും. അതിന്റെ കൂടെ യൂട്യൂബിലെ റവന്യൂ കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്. പക്ഷെ പ്രത്യേകിച്ച് ബാധ്യതകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ പൈസ ചെലവാക്കുന്നതിന് ഒരു മടിയിലിരുന്ന് ഞാൻ ഫുൾ അടിച്ച് പൊളിച്ച് ഫ്രണ്ട്സിന്റെ കൂടെ തീർക്കും. അതുകൊണ്ട് തന്നെ ലിറ്ററലി 0 സേവിങ്സ്. എന്റെ കണ്ടന്റ് മെയിൻ സിബ്ലിങ്സിന്റെ ഒപ്പാണ്. ആൻഡ് ബോത്ത് യൂട്യൂബിലാണെങ്കിൽ എനിക്ക് 150K മേലെ സബ്സ്ക്രൈബേഴ്സും ഇൻസ്റ്റയിലാണെന്നുണ്ടെങ്കിൽ 100K മേലെ ഫോളോവേഴ്സും ഉണ്ടായിരുന്നു. അതിന്റെ ഇടയിൽ കൂടെ ഞാനൊരു റാപ്പും ചെയ്തിട്ടുണ്ടായിരുന്നു, വിച്ച് ഈസ് സ്റ്റിൽ നോട്ട് റിലീസ്ഡ്. അത് സൂൺ റിലീസ് ആവും. നീ വിചാരിച്ച ഞാൻ നിന്നെ പ്രേമിക്കുന്നു. അപ്പൊ എല്ലാം കൊണ്ടും ലൈഫ് അടിപൊളിയായിരുന്നു. ഒരുപാട് ഇൻഫ്ലുവൻസർ അവാർഡുകളും അതേപോലെ തന്നെ കുറെ ബ്യൂട്ടിഫുൾ മൊമെന്റ്സും എവിടെ പോയാലും എന്നെ റെക്കഗ്നൈസ് ചെയ്യുന്നവരുണ്ടായിരുന്നു. ലൈഫ് വാസ് പ്രിറ്റി സ്മൂത്ത് ആൻഡ് ഓൺ മൈ പാർട്ട്. പക്ഷെ എല്ലാം ഒരു ദിവസം പൈസ വരുന്നുണ്ട്, പക്ഷെ ഇത് എവിടെ പോണില്ല എന്നായിരുന്നു എന്റെ വീട്ടുകാരുടെ കംപ്ലൈന്റ്. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ അന്ന് ഞാനൊരു ലൈഫ് ചേഞ്ചിങ് ഡിസിഷൻ എടുത്ത്. പണത്തിന്റെ വില അറിയണമെന്നുണ്ടെങ്കിൽ ഒരു അധ്വാനമുള്ള ഒരു ജോലി എടുക്കണം. നമുക്ക് തോന്നുമ്പോൾ ലീവ് എടുക്കാനും അതേമാതിരി തോന്നുമ്പോൾ കിടന്നുറങ്ങാനും പറ്റുമ്പോൾ മാത്രം പണിയെടുക്കാനും അതിന്റെ പൈസ ഇട്ടാനും അല്ല, സ്ട്രിക്റ്റ് ആയിട്ട് ഒരാളുടെ അണ്ടറിൽ നിന്നിട്ട് പക്ക റൂൾസോട് കൂടി നല്ലൊരു ജോലി. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വല്യപ്പയും എൻ്റെ ഉപ്പയും കടന്നു വന്ന പാതയായിട്ടുള്ള ഹോട്ടൽ ലൈഫ് തന്നെ ചൂസ് ചെയ്തു. വേണ്ടായിരുന്നു. അതായത് ലൈഫിന്റെ എല്ലാ സുഖങ്ങളും കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് ഒരു ലീവ് പോലും ഇല്ല. ശനി ഞായറും പോലും വെയിറ്റ് ചെയ്യാൻ വീക്കെൻഡ് ലീവ് ഇല്ല. അതുപോലെ ഒരു നേരം റെസ്റ്റ് ഇല്ല. 12 മണിക്കൂർ ഡയറക്റ്റ് ഷിഫ്റ്റ്, എന്നും പണി, പാത്രം കേൾക്കലും ആൾക്കാരുടെ തൊള്ളേന്നുള്ള തെറികൾ കേൾക്കലും. അവിടുത്തെ നാട്ടുകാർക്ക് നമ്മളെ പട്ടി വില. ഇന്ത്യക്കാരൻ സ്ട്രെസ്സും പ്രഷറും വർക്കില്ലായ്മയും എല്ലാം കൂടി ആയിട്ട് ലൈഫിൽ ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള 2 മാസം. ഫിസിക്കലി മെന്റലി ഞാൻ ടയേർഡായി പോയി. പക്ഷെ അതിന്റെ ഇടയ്ക്ക് ചില ദിവസങ്ങളിൽ ചില സമയങ്ങളിൽ ചില മൊമെന്റ്സ് ഭയങ്കര നല്ല മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. The working is too much problem. Yes. Very much. See this problem. Very problem. I'll show you very other problem. This is full of problems. See, problem. What life is this problem? ഇതെല്ലാം സഹിക്കുന്നതിന്റെ ഇടയിലും എന്നെ 2 മാസം പിടിച്ചു നിർത്തിയത് എൻ്റെ ഉപ്പ അയച്ച 2 ഫോട്ടോസാണ്. ഇതെന്താണെന്ന് അറിയണമെങ്കിൽ വീഡിയോന്റെ ലാസ്റ്റ് വരെ കാണാം. ഞാനിന്ന് ഇവിടെ എല്ലാവരും കരയിപ്പിക്കാൻ പോവാണ്. The day has come. നമ്മളെ പാക്കിങ് പരിപാടികളൊക്കെ കഴിഞ്ഞു. മാൽദീവ്സിലേക്ക് ഫ്ലൈറ്റ് ആണ്. അപ്പോൾ അവിടെ പോയിട്ട് പിന്നെ എനിക്ക് എൻ്റെ വർക്കും പരിപാടികളും കാര്യങ്ങളും കുറേ പരിപാടികളുണ്ട്. ഹോട്ടൽ മാനേജ്മെന്റ് കുറേ പരിപാടികൾ നോക്കാണ്ട്. അപ്പോൾ ഗൈസ് ഫൈനലി വി ആർ ലീവിങ്. മാൽദീവ്സ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ മൈൻഡിൽ വരുന്നത് ആ നീല വെള്ളവും ഐലൻഡും ഒരുപാട് അടിപൊളി സ്ഥലങ്ങളൊക്കെ. അപ്പോൾ ഇതേ എക്സ്പെക്ടേഷൻസ് വെച്ചുകൊണ്ട് തന്നെ ഞാനും ഇതൊക്കെ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്ത് കണ്ടിട്ടാണ് ഇവിടേക്ക് പോകുന്നത്. അപ്പോൾ ആ എക്സ്പെക്ടേഷൻസും വെച്ചുകൊണ്ട് ഞാൻ അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇതെല്ലാം ഞാൻ മിസ് ചെയ്യല്ലോ റബ്ബേ. ഇന്റെ ബാത്റൂം, ഇന്റെ കക്കൂസ്. ഇനി ഞാൻ വേറെ കണ്ടന്റ് സ്വിച്ച് ചെയ്യാൻ പോണേ. ഞാൻ എവിടെ പോലെ സർവൈവ് ചെയ്യും. എനിക്ക് അങ്ങനത്തെ ഇൻസ്റ്റിക്ട് ഉണ്ട്. എവിടെ ജീവിതത്തിൽ ഫസ്റ്റ് ടൈം ഓരോരുത്തർ പുറത്ത് പോയി നിന്നപ്പോ ഞാൻ കരഞ്ഞു വിളിച്ചതല്ലാതെ ഇപ്പൊ എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. പിന്നെ സർവൈവല് ഞാൻ എവിടെ പോയാലാണെങ്കിലും സർവൈവ് ചെയ്യും. ഞങ്ങൾ പോകുന്നു, സന്തോഷ സൂചകമായി അന്നതിനെ വിസയെടുത്ത് മാൽദീവ്സിലേക്ക് ഞാൻ ഇന്ന് പോകുന്നു. ഞങ്ങളും ബാക്കിലുണ്ടല്ലോ. നുറുക്കുണ്ട്, ചായ ഉണ്ട്, ചായ ആറ്റി തരാന് പപ്പുണ്ട്. പല്ലോടെ വീണ. So guys, we are back.
അറ്റ് ട്രിവാൻഡ്രം സെൻട്രൽ സ്കൂൾ. നമ്മൾ ഉറങ്ങി നീട്ടിട്ട് മര്യാദക്ക് ഉറങ്ങിയിട്ടില്ല. ടെർമിനൽ ടു ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഞാൻ ഇവിടെ നിന്നാണ് എനിക്ക് ഫ്ലൈറ്റ് ഉള്ളത്. പോകുന്നതിന് മുന്നേ എന്നെ ഏറ്റവും ടച്ച് ചെയ്ത മൊമെന്റ് ഇതായിരുന്നു. ടാറ്റാ ബൈ ബൈ. സലാം. അപ്പൊ എല്ലാവരോടും ബൈ ബൈ. ഒരിക്കലും ഞാൻ ആഗ്രഹിച്ചത് ഇങ്ങനത്തെ ഒരു ദിവസം വരരുത്. അങ്ങനത്തെ ഒരു ദിവസം തന്നെ ലൈഫിൽ പോകുന്നത്. അങ്ങനെ ഞാൻ ഒറ്റക്കായി ഇവിടെ ഞാൻ ഹോസ്റ്റലിൽ പഠിച്ച ടൈമിലാണെങ്കിലും എൻ്റെ അമ്മേനു എനിക്ക് തിരുമ്പാനുള്ളതും ഒക്കെ ചെയ്തിരുന്നു. കാരണം ഞാൻ വീക്കിലി ഡ്രസ്സൊക്കെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെ പേടിയും സങ്കടമൊന്നുമില്ല. ബട്ട് സംതിങ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗത്ത് ഒരു ടൈമിൽ എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ, ഇറ്റ്സ് ടൈം ടു അവോയ്ഡ്. ലൈക്ക് നമ്മളെപ്പാരും നമ്മളെ വലിയമാരൊക്കെ വിട്ടിട്ട് ഓരോരോ ഒറ്റക്കൊരു ലൈഫ് തുടങ്ങിയ മാതിരി. അപ്പോൾ അതുപോലത്തെ ഒരു ടൈമായി എന്നൊരു തോന്നുന്നു. ഇന്നിപ്പോൾ ഞാൻ മാൽദീവ്സൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മെസ്സേജ് അയച്ചു, 5 VI 5G ലോഞ്ച് ചെയ്തിരിക്കണം. സോനത്ത് അസ്മി അമലും അസ്ലു നിങ്ങൾക്ക് മിസ്സായി, എനിക്ക് മാത്രം കിട്ടി. കൗതുക ലേശം കൂടുതലാണ്. I'm hopeless in the crossfire. There's nowhere to go. റെസ്റ്റോറൻറ്റിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. ഇതിൻ്റെ വർക്ക് ബേസ്ഡ് ആയിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. അതായത് ഇതിൻ്റെ ബ്രാൻഡിങ്, മീഡിയ, അതേമാതിരി കുറേ പരിപാടി. ഇവിടെ നമ്മളെ ഫ്രണ്ട് കോഴിക്കോടുള്ള ഇവിടെ എന്തിൻ്റെ പേരെന്താ പറഞ്ഞത്? റുഫൈക്ക്. ഷോർട്ട് ഔട്ട് റുഫൈക്ക്. ഇവിടുത്തെ വെള്ളത്തിൻ്റെ ക്ലാരിറ്റി അടിപൊളി കേട്ടോ. നമുക്ക് വെള്ളത്തിൻ്റെ അടിയൊക്കെ ക്ലിയർ ആയിട്ട് കാണാം. ഇങ്ങനത്തെ ഒരു ജോലിക്ക് കയറിയപ്പോൾ ഞാൻ ആദ്യമായിട്ട് ശ്രദ്ധിച്ചത് എന്താ അറിയോ, എൻ്റെ കോവർക്കേഴ്സിന്റെ ലൈഫാണ്. സത്യം പറഞ്ഞാൽ ഞാനൊക്കെ ഒരുപാട് ബ്ലെസ്ഡ് ആണ്. എൻ്റെ ലൈഫിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെന്ന് വിചാരിക്കുന്നതും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നെഗറ്റീവായിട്ട് ഞാൻ വിചാരിക്കുന്നതും ഒന്നും ഒരു പ്രശ്നമല്ല എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിൽ ലൈഫിൽ കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടായിരുന്നു എൻ്റെ ചുറ്റും. ഇതാണ് ഗൗതം. ഇവനാണ് ഇവിടുത്തെ ദോശ മേക്കറും ജ്യൂസ് മേക്കറും പിന്നെ അതേപോലെ പൊറാട്ട മേക്കറും. ഇവന് സിമ്പിളായിട്ട് ഗീ റോസ്റ്റ്, മസാല ദോശ, പ്ലെയിൻ ദോശ എല്ലാം ഷട്ടപ്പട്ടായിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കും. എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളാണ്. പക്ഷെ ആളുടെ ലൈഫ് സ്റ്റോറീസ് ഒക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഷോക്കായി പോകും. മീൻ പിടിക്കാൻ രാത്രി പോയിട്ട് വലിയ മീനായിട്ട് വരലുണ്ട്. എന്നോട് പറയാൻ പറഞ്ഞതാണ്. അതേപോലെ ചില സ്റ്റോറീസ് ഞങ്ങൾക്ക് പറഞ്ഞുതരാം ഇവന്റെ കഥകൾ. ഈ ആളുടെ ലൈഫിൽ ഏറ്റവും വേസ്റ്റ് സിറ്റുവേഷനിലായിരുന്നു. അതായത് ആളുടെ കടങ്ങൾ വീട്ടാനുണ്ടായിരുന്നു, ആളുടെ വീട്ടിലേക്ക് പൈസ അയക്കാനുണ്ടായിരുന്നു. അപ്പൊ ആൾക്ക് അങ്ങനത്തെ കുറെ പ്രശ്നം ഉണ്ടായതുകൊണ്ട് ഞാനിങ്ങനെ ആളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ഒരു പ്ലേറ്റ് എടുത്തിട്ട് തലക്കടിച്ചിട്ട് ഞാൻ മേ മർജായക എന്നും പറഞ്ഞു. ഐ വാസ് ലൈക്ക് ലിറ്ററലി ഷോക്ക്ഡ്. കാരണം ഞാൻ എന്റെ ലൈഫിൽ ഇങ്ങനത്തെ നമ്മള് ഫ്രണ്ട്സിന്റെ ഇടയിൽ തല്ലും തമാശയും കാണുന്നല്ലാതെ ലൈഫ് കൊണ്ട് ഇടങ്ങാറായിട്ട് ഒരാൾ ഇങ്ങനെയൊക്കെ ഡിപ്രസ്ഡ് ആയിട്ട് ചെയ്യാന്ന് പറയുമ്പോൾ, എന്നിട്ട് ആ ആള് കുറെ നേരം കരഞ്ഞപ്പോ ഞാൻ അയാളെടുത്ത് പോയപ്പോ അയാൾ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് കുറച്ചു നേരം കരഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ഇങ്ങനെ പൈസ വീട്ടില് പ്രശ്നമാണ്, പൈസ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ളത്. പക്ഷെ ഇതിലൊക്കെ ഞാൻ പഠിക്കുന്ന ഒരു കാര്യം എന്താ അറിയോ, എന്റെ ടെൻഷനും സ്ട്രെസ്സും ഞാൻ ഇവിടെ വീട്ടിലിരുന്നിട്ട് കരയുന്ന കാര്യങ്ങളും അതൊക്കെ എന്റേതായ ടെൻഷനാണ്. പക്ഷെ വേറെയുള്ള ആൾക്കാരെ കമ്പയർ ചെയ്യുമ്പം നമ്മളിതൊന്നും ഒന്നുമല്ല. നമുക്ക് സഹിക്കാനുള്ള ടെൻഷൻസേ പഠിച്ചു നമുക്ക് തന്നിട്ടുള്ളൂ എന്നൊരു കാര്യം ഞാൻ മനസ്സിലാക്കി. ഇൻസൾട്ടാണ് മുരളി ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ്. ഇവിടെ സെൽഫി എടുത്ത് നടന്ന് എന്റെ കൂടെ ആൾക്കാർ സെൽഫി എടുത്ത് നടന്ന് എവിടെ പോയാലും എനിക്ക് റെക്കഗ്നൈസേഷൻ കിട്ടിയ എന്നെ ഒരു സ്പെസിഫിക് ഡേയില് ഒരാള് എന്നെ അയാളുടെ മുന്നിൽ നിർത്തി പൊരിച്ചു. ഹി വാസ് ലൈക്ക്, നീ എന്തോ ഒലക്കൊക്കെ വന്നതാണ്, ജസ്റ്റ് ഗെറ്റ് ലോസ്റ്റ് ഫ്രം ദിസ് പ്ലേസ്, നിന്നെ കൊണ്ടൊരു കാര്യം ഇല്ലാന്ന് എന്റെ മുഖത്തോക്കി പറഞ്ഞു. വൈൽ ഐ വാസ് ലൈക്ക് ഞാൻ കയ്യും ഇങ്ങനെ കെട്ടിയില്ലേ, സോറി സർ, ഓക്കെ സർ, സോറി സർ. എനിക്ക് മനസ്സിലായില്ല, അയാള് ലിറ്ററലി എന്റെ ഫേസിൽ നോക്കിയിട്ട് എന്നോട് പറയാ, യു ആർ ജസ്റ്റ് യൂസ്ലെസ് ഡം ഷിറ്റ്. ആൻഡ് ഐ വാസ് ലൈക്ക്, ഓക്കെ സർ, ഐ എം സോറി സർ.
മീൻവൈൽ എന്റെ ഈഗോ ഉണ്ടല്ലോ, ഈഗോ വാസ് ലൈക്ക് ബൂസ്റ്റിങ്. എനിക്ക് എന്റെ ഈഗോ ഹേർട്ടായി പോയി. കാരണം നാട്ടിൽ അത്രയും അങ്ങനെ പൈസ പൊട്ടിച്ച് ഫ്രണ്ട്സിന്റെ ഒപ്പം അങ്ങനെ നടന്ന ഞാൻ പെട്ടെന്ന് അവിടെ ചെന്നിട്ട് ഇയാളെ മുന്നിൽ വേറൊരു എലിയായി പോയി. ഐ വാസ് ലൈക്ക് ഓക്കെ സർ, സോറി സർ. ദ സെയിം പേഴ്സൺ നെക്സ്റ്റ് ഡേ വന്നിട്ട് അവിടുന്ന് വീണ്ടും ഇയാള് ഞങ്ങളെ ഹോട്ടലിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ട് നിൽക്കണതിന്റെ ഇടയിൽ ഇയാള് ഫ്രണ്ടും കൂടിയാണ് വന്നിട്ടുള്ളത്. അപ്പൊ അവിടെ കുറച്ച് ബംഗാളികൾ ഉണ്ടായിരുന്നു, അവര് ഫുഡ് കഴിക്കുന്നു. ആൻഡ് അതർ പേഴ്സൺ വിത്ത് ദിസ് ഗൈ വാസ് ലൈക്ക്, നിങ്ങൾ ബംഗാളികൾ എങ്ങനെയാണെന്ന് എനിക്ക് അറിയാം, യു ഡോണ്ട് ഹാവ് ദിസ് കൈൻഡ് ഓഫ് കൾച്ചർ ആൻഡ് സം കൈൻഡ് ഓഫ് ദീസ് കൈൻഡ് ഓഫ് തിങ്സ്. അങ്ങനെ ചൂടുക. ഞാന് അപ്പൊ അയാളങ്ങനെ നോക്കിക്കട്ടെ, ഇന്നലെ എന്നോട് ചൂടായ ആളെ ഞാൻ അങ്ങനെ നോക്കിക്കും. അയാളങ്ങനെ നോക്കിക്കുമ്പോൾ അയാൾ എന്നോട് ചോദിച്ചു വാട്ട് ആർ യു ലുക്കിംഗ് അറ്റ് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ദിസ് ഈസ് അവർ പ്രോപ്പർട്ടി ആൻഡ് യു ആർ ബീങ് റേസിസ്റ്റ്. യു ടോൾഡ് യു ആർ എൻ എഡ്യൂക്കേറ്റഡ് പേഴ്സൺ. നിങ്ങൾ നല്ല വിദ്യാഭ്യാസമുള്ള ഒരാളാണ് ഞാൻ വിശ്വസിക്കുക. അയാള് വക്കീലായിരുന്നു, അതാണ് മെയിൻ സംഭവം. ആൻഡ് നിങ്ങൾ ഇത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളായിട്ട് ഹൗ കുഡ് യു ബി സോ റേസിസ്റ്റ്? ബംഗാളികൾ ഇങ്ങനെയാണ്, യു ഇന്ത്യൻസ് ആർ ലൈക്ക് ദിസ്, യു ബംഗാളീസ് ആർ ലൈക്ക് ദിസ് എന്ന് പറഞ്ഞിട്ട്. മാൽദീവരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താ അറിയോ, 5000 കോടി മോദിജി തന്ന ടൈമില് നിങ്ങൾ ഇന്ത്യൻസ് ആർ അടിപൊളി, ഇന്ത്യൻസ് അങ്ങനെ എന്നൊക്കെ പറഞ്ഞെടുക്കും. 10 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാല് ഇന്ത്യൻസ് ഗെറ്റ് ഔട്ട് എന്ന് പറയും. വെറും ഇന്ത്യൻ ഓഷ്യനിലെ ചെറിയൊരു ഐലൻഡാണ് ഈ മാൽദീവ്സും. അതിനുള്ള അഹങ്കാരം മതി എന്ന് എനിക്ക് പറയാനുള്ളൂ. ഇവര് നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മള് വെറും ഒന്നുമല്ലാത്ത പോലെ നമുക്ക് തോന്നിപ്പോവാ. അത്രയും വേസ്റ്റ് ട്രീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ആൾക്കാർ ട്രീറ്റിംഗ് അത്രയും വേസ്റ്റ്. പക്ഷെ നല്ലവരും ഉണ്ടായിരുന്നു കേട്ടോ. സോ ഗൈസ്, എന്റെ മാൽദീവ്സ് ജേർണിയിൽ ഐ മെറ്റ് വൺ ഓഫ് ദി best couples here, and these guys are from Switzerland, my bucket place. Your name, sir? Hi, I'm Daniel. Nice to meet you. Daniel. And here? Hello, I'm Nadia. Nice to meet you. Yes. നമ്മൾ മാൽദീവ്സിൽ വന്നിട്ട് ഓൾമോസ്റ്റ് 1 month ആയി. ഇവിടെ മാൽദീവയുടെ ബിഹേവിയർ വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പം ദീസ് പീപ്പിൾ ഫ്രം സ്വിറ്റ്സർലാൻഡ്, ലൈക്ക് അവർ എൻ്റെ അടുത്ത് വന്നിട്ട് ദേ കെയിം വിത്ത് എ സ്മൈൽ, ദേ എയ്റ്റ് വിത്ത് എ സ്മൈൽ, ആൻഡ് ദേ ഹാവ് വൺ ഓഫ് ദ ബെസ്റ്റ് ബിയർ. ലൈക്ക് എവറിഥിങ്, ഫോർ എവറിഥിങ് ഐ ഗേവ് ദം, they was like amazing, thank you. These people here are entirely different. I don't know what kind of beautiful culture is that. So നമുക്ക് അവരുടെ ഒരു കാര്യം ചോദിക്കാം. I'll tell them to teach me like 2-3 words in Switzerland language, because like obviously that is one of my bucket list place. So let's ask them, like, how do you say how are you in your language? What's your language name? Well, we have actually 4 languages. 4 languages. Yeah. Okay. But we're gonna give you the French words. French? We speak French, yeah. Okay, I know one word in French, guys. That is "Zitem," which means I love you. I use that to impress my girlfriend. Yeah, other words I don't know. So they're going to teach me something in French or something. So you could say bonjour, Bonjour. hello. Hello. Okay, bonjour, which means hello, and thank you. Thank you is merci. 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 That's pretty good. Merci. I'm officially learning French, guys. Well, sometimes maybe I'll be in Paris, so like I might have to use that. Okay. Okay, guys. Have a good day, and you enjoyed your vacation in Maldives, right? Okay. See you guys. Thank you. I swear, wallahi, guys, ഇവരെ ബിഹേവിയർ ഇവിടുത്തെ ആൾക്കാരെ വെച്ചിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ പക്ഷേ അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് കോവർക്കേഴ്സ് നല്ല മെമ്മറീസ് ഉണ്ടായിരുന്നു. സ്പെഷ്യലി ഷാഹിൻ എന്ന് പറഞ്ഞൊരുത്തനും. क्लॉथिंग वॉशिंग क्लॉथिंग वाशिंग नहीं, वाचिंग क्लॉथ. भाई मैं बोल रहा हूँ गामा यूज नहीं करेगा, तुम समझा क्या ना, मैं अभी देख भाई, आप इंग्लिश आपका लाइक में नहीं यूज कर. इंग्लिश का एक ग्रामर है, वो यूज कर. मैं अभी कपड़ा वॉशिंग करेगा इंग्लिश? हाँ, अभी आप समझ इंग्लिश? नो, आई डोंट नो इंग्लिश. ये अच्छा नहीं है, वो साइड में रखो. अभी ये कौन सा? उधर रखो, उधर रखो. ये केक उधर रखो, अभी केक नहीं चाहिए. अरे यार मैं क्या बोल रहा हूँ, केक अभी नहीं चाहिए. അടക്കയും വെറ്റിലയും. അടക്കൻ വെറ്റിലെ, അടക്കൻ വെറ്റിലല്ല, അടക്കയും അടക്കം വെറ്റിലയും. വെറ്റിലെ, അടക്കം വെറ്റിലെ. വെട്ടില് പ്ലാനിങ് ഉണ്ട് കേട്ടോ. ഓന് ഞാനും കൂടി ഇവന്റെ പണി കഴിഞ്ഞിട്ട് ശേഷം നാട്ടിലേക്ക് ഇവനെ കൊണ്ടുപോയിട്ട് ഇവനെ ഞാനും കൂടി ഒരു ലൈവ് സ്ട്രീമിങ് പോഡ്കാസ്റ്റ് ഒക്കെ തുടങ്ങണം എന്നുള്ളത്. ഇത് ഫണ്ണിയസ്റ്റ് കണ്ടന്റ്. ഞാൻ ഇവനെ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ലിറ്ററലി ഇന്റർനാഷണൽ കാര്യങ്ങൾ. Yeah.
ആദ്യമായിട്ട് മാൽഡീവ്സിൽ വന്നതിൻ്റെ ശേഷം ഫസ്റ്റ് ടൈം ആയിട്ട് ഐ ആം കമ്മിങ് ടു എ സ്റ്റേഡിയം. ഇത് പോട്ടെ, നോക്കിയാ വേവാത്ത ദോശ വീണ്ടും വേവിക്കുന്ന ആൻഡ് ഗൈസ് വേറൊരു എക്സൈറ്റ്മെന്റ് എന്താ പറയുക ഇന്നത്തെ, ഞാൻ മാൽഡീവ്സിൽ വന്നതിൻ്റെ ശേഷം ലൈഫിൽ ഫസ്റ്റ് ടൈം ആയിട്ട് പുറത്തുനിന്ന് ഫുഡ് കഴിക്കുകയാണ് ഗൈസ്. സ്കൈ ബ്ലൂ ഇല്ലേ, സ്കൈ ബ്ലൂ ഡ്രസ് യൂണിഫോം ഇട്ട് പോലീസുകാരെ മുമ്പിൽ എന്തും പറഞ്ഞു, ഒരു പ്രശ്നമില്ല. ഡാർക്ക് ബ്ലൂ മുമ്പിൽ പറയാൻ പറ്റില്ല. ഡാർക്ക് മൂവിന് ഇങ്ങനെ പ്രശ്നം, ഓർക്ക് നമ്മൾ അടിക്കാനുള്ള പെർമിഷൻ ഉണ്ട്, സ്കൈ ബ്ലൂവിന്റെ പെർമിഷൻ ഇല്ല. അങ്ങനെ ഫൈനലി 2 മാസത്തിന്റെ മലബാർ ബിരിയാണി തീറ്റന്റെ ശേഷം നമ്മളിതാ ചിക്കിങ് നമ്മൾ നാട്ടിൽ നിന്ന് ഫൈനലി കഴിച്ചതൊക്കെ. ആൻഡ് അങ്ങനെ കുറേ കാലത്തിന് ശേഷം വീണ്ടും നമുക്ക് ചിക്കിങ്ങിൻ്റെ ഒരു ടേസ്റ്റ് ചെയ്യാൻ ഒരു ഭാഗ്യം കിട്ടി. ഞാൻ ഇവിടെ വന്നതിൻ്റെ ശേഷം ഞാൻ സത്യമല്ല ഇതുവരെ ഒരു സാധനം പുറത്തുനിന്ന് ഞാൻ കഴിച്ചിട്ടില്ല എക്സെപ്റ്റ് കുൽഫി അല്ലാതെ. പക്ഷേ ഫോർ ദ ഫസ്റ്റ് ടൈം വി ആർ ഫൈനലി ഹാവിംഗ് ടു ഗെറ്റ് ദിസ് ചിക്കൻ പീസ്. ഇതായിരുന്നു ഗൈസ് ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് മൊമെന്റ്സ്. ഞങ്ങളെ ബെസ്റ്റ് ഫ്രണ്ടായ മിലാലിനെ ഓന്റെ ബർത്ത്ഡേ ഞങ്ങൾ മറന്നെന്ന് വിചാരിച്ചു നിൽക്കുമ്പോൾ ഒരു അടിപൊളി സർപ്രൈസ് അങ്ങോട്ട് കൊടുത്തു. അങ്ങനെ ഒരു ഡോക്യുമെന്റ് വരും. അങ്ങനെ ആയിട്ട് നമ്മൾ അങ്ങോട്ട് പൊളിക്കും. അങ്ങനെയാണെങ്കിൽ ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, സർപ്രൈസ് ഗൈസ്, ഹാപ്പി ബർത്ത്ഡേ മിലൂഫർ. അല്ലെ പെങ്ങളെ പെങ്ങളൊക്കെ സെറ്റാക്കിയതാ. ഓള് തരുന്ന ചേച്ചി, പക്ഷെ പെങ്ങള് തരുന്ന വിചാരിച്ചില്ല. ഓള് സാധാരണ ഇങ്ങനെ ചെയ്യല്, ചിലപ്പോ അവിടെ ആയതുകൊണ്ടാവും എന്താ അറിയില്ല. എടാ പെങ്ങള് നോർമൽ, എടാ പെങ്ങൾ അങ്ങനെ അതായത് നോർമൽ വാക്കുകളില്ല, നോർമൽ അങ്ങനെ ഉണ്ടാവില്ല. ടെൻഷൻ. പെങ്ങള് ഇങ്ങനെ വരുമ്പോ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയി. ഹാപ്പി ബർത്ത്ഡേ ടു യു. എത്ര എവിടെ മൂർച്ചക്കണു. ഹാപ്പി ബർത്ത്ഡേ ഡിയർ മിലൂഫർ. ഇവരെ കൊറേ ആൾക്കാരുണ്ട് ഈ വ്ളോഗേഴ്സ് പറഞ്ഞിട്ടിരിക്കണേ. അമ്മമാർക്ക് ഇതൊക്കെയാ അവിടെ വന്നിട്ട് നമ്മക്കല്ലേ അറിയുള്ളൂ എന്താ അമ്മമാർക്ക് അവസ്ഥ. അവിടൊക്കെ ഞാൻ കീന്നുള്ള ശബ്ദം കൊടുക്കും, ഫുൾ തെറിയ. മതി മതി, അത്ര മതി. ബർത്ത്ഡേ ബോയിന്റെ മെമ്മറീസേ അത്ര മതി. ചില ദിവസങ്ങളിലൊക്കെ വർക്ക് ചെയ്ത് രാത്രി ആകുമ്പോഴത്തേനും നമ്മുടെ കാലിന്റെ അടിയിൽ ഇങ്ങനെ തയമ്പിച്ചിട്ട് നമുക്ക് പെയിനും സഹിക്കാൻ വയ്യ, എന്നിട്ടും പൂട്ടാനാവാതെ വിശന്നിട്ട് ഫുഡും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലൊക്കെ ആയി. അല്ല, അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ കണ്ണിലാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഒരു കുരുവും വന്ന്, ആ കുരുവും കൂടിയായി മൊത്തത്തിൽ ഫിസിക്കലി മെന്റലി എക്സോസ്റ്റഡ് ആയിട്ട് ഞാൻ ഉമ്മാക്ക് വിളിച്ചിട്ട് കരയുമ്പോൾ ഉമ്മ എന്നോടും കരയും. എടാ ഇജ് പോയിന്റെ ശേഷം അങ്ങനെ എങ്ങനെയാന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ അതൊക്കെ പോയിട്ട് ആരോടാ പറയാ, എനിക്ക് പ്രത്യേകിച്ച് പറയാൻ വേറെ ആരും ഇല്ലായിരുന്നു ഉമ്മ അല്ലാതെ. അപ്പൊ ഉമ്മാനോട് പറയുമ്പോ ഉമ്മ ഇങ്ങോട്ടും പറയും, ഉമ്മ ഇങ്ങോട്ടും കരയും. അങ്ങനെ അവസാനം ഞാൻ മുതലാളിനോട് പറഞ്ഞ്, സർ പ്ലീസ് എനിക്ക് സാലറി തന്നില്ലെങ്കിലും വേണ്ടില്ല, ഇന്നൊന്ന് തിരിച്ചു നാട്ടിലേക്ക് അയക്കുമെന്ന്. കാരണം എനിക്ക് കയ്യണില്ലായിരുന്നു. തിരിച്ചു വന്ന് എങ്ങനെയെങ്കിലും ഇന്നൊന്ന് നാട്ടിലേക്ക് അയച്ചിരുമെന്ന് വെച്ച് ഈ ഒറ്റപ്പെടലും അവസാനം ഇത് ആയി എനിക്ക് ഉറക്കം കിട്ടണില്ല. ഞാൻ 2 ദിവസം ഉറങ്ങാതെ നിന്ന്, അതായത് 48 hours ടോട്ടലി ഒരു തുള്ളി പോലും കണ്ണടക്കാതെ ഉറങ്ങാതെ നിന്ന് ഞാൻ അത്ര എക്സ്ട്രീം കണ്ടീഷൻ ആയിട്ട് ഞാനോട് പറഞ്ഞു, പ്ലീസ് എനിക്ക് നാട്ടിലേക്ക് പോകണം, എനിക്ക് സാലറിന്റെ ആവശ്യമില്ല എന്ന്. അയാൾ പറഞ്ഞു, നീ അവിടെ നിൽക്ക്, വെയിറ്റ് ചെയ്ത് കുറച്ചു കാലം കൂടി കാത്തിക്കുന്നു. പക്ഷെ മുതലാളി എനിക്ക് അങ്ങനെ നെഗറ്റീവ് അല്ല, ആള് നല്ലൊരാളാണ്, സ്വഭാവം എന്നെ നല്ല രീതിക്ക് ട്രീറ്റ് ചെയ്തിരിക്കണം. ആള് പറഞ്ഞ മേ ബി അവിടുത്തെ സ്റ്റാഫ് ഇല്ലാത്തോണ്ടായിരിക്കാം. അങ്ങനെ വീണ്ടും വർക്ക് ചെയ്യാൻ തുടങ്ങി. ചില ദിവസങ്ങളിൽ ഞാൻ ഒറ്റയ്ക്ക്, ഞാനാണ് കാഷ്യർ, ഞാനാണ് വെയിറ്റർ, ഞാനാണ് പാത്രം കഴിക്കുന്ന ആള്, ഞാനാണ് ചായ ഉണ്ടാക്കുന്ന ആള്, എല്ലാം ഞാൻ ഒറ്റയ്ക്ക്. കാരണം അങ്ങനെ അതിന്റെ ഇടയിൽ
മാനേജർ എന്നുള്ള പേരിൽ ദാനിഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരുത്തം വന്നു. അതായിരുന്നു എന്റെ ഏറ്റവും വലിയ റിലീഫ്. കാരണം അവൻ തന്നെ എല്ലാ പണിയും ഓൾമോസ്റ്റ് ചെയ്യുമായിരുന്നു. സ്പെഷ്യലി ഒരു മൊമെന്റ് മറക്കാൻ കഴിയൂല. കാരണം മീൻ ചുടാന്നൊക്കെ പറഞ്ഞാണ്ട് നമ്മൾ മീൻമേല് മസാല ഒക്കെ തേച്ച് ബീച്ചിൽ കൊണ്ടുപോയിട്ട് ബീച്ച് മൊത്തത്തിൽ നമ്മളെ കത്തിച്ചൊരു ദിവസം ഉണ്ട്. അതായത് മണ്ണെണ്ണ കുപ്പി എറിഞ്ഞതാ ബീച്ചിലേക്ക് ഒന്നായിട്ട് തെറിച്ചു. ഫുള്ള് ബീച്ചിന്റെ അവിടെ ഒന്നായിട്ടാണ് കത്തി. ഇതെങ്ങാനും പോലീസ് പിടിച്ചിട്ടുണ്ടെങ്കിൽ വലിയൊരു എമൗണ്ട് ഫൈൻ ഞങ്ങൾക്ക് അവിടെ വന്നീനു. ഇവിടെ ബീച്ച് കത്തിച്ചു. കണ്ടന്റ് ഇവിടെ ഒരു ഡാൻസ്. നീ എന്നാടാ എപ്പിടാ. പക്ഷെ ആ മീൻ പൊരിച്ചത് ഒരു രക്ഷയില്ല. എന്റെ ലൈഫിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 2 months എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. കാരണം അവരുടെ കൂടെയുള്ള മെമ്മറീസ് ആണെങ്കിൽ ഇത്രയും ടെൻഷനും ഒക്കെ ഞാൻ സഹിച്ചു നിൽക്കുന്നതിന്റെ ഇടയിൽ ആണ് എന്റെ ഉപ്പ എനിക്കൊരു ദിവസം രാവിലെ ഞാൻ വാട്സപ്പ് എണീറ്റ് തുറന്നു നോക്കിയപ്പോൾ ഒരു 2 ഫോട്ടോ. ഈ 2 ഫോട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡയറി കുറിപ്പാണ്. അപ്പൊ ഈ ഡയറി കുറിപ്പ് ഞാൻ ഇങ്ങനെ വായിച്ചപ്പോ അതിൽ എഴുതിയിട്ടുള്ളത് ഉപ്പ പണ്ട് വെല്ലിപ്പാന്റെ ഹോട്ടലിൽ പണിയെടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഉപ്പ വെല്ലിപ്പാന്റെ ഹോട്ടലിൽ പണിയെടുക്കാൻ പോയ ടൈമിൽ തന്നെ ഇപ്പൊ 1 വർഷത്തോളം പണിയെടുത്തിട്ട് ആ 1 വർഷത്തിന്റെ സാലറി വെല്ലിപ്പ കൊടുത്തിട്ടില്ലായിരുന്നു. അത് പിന്നീട് കല്യാണത്തിന് യൂസ് ചെയ്തു, അങ്ങനെ ചില്ലറൊക്കെ ആയിട്ട് യൂസ് ചെയ്തു എന്നല്ലാതെ ഉപ്പാന്റെ കയ്യിൽ സാലറി കൊടുത്തിട്ടില്ലായിരുന്നു. ഇത് വായിച്ചപ്പോ ഇത് കണ്ടപ്പോഴാണ് ഞാൻ എന്റെ ലൈഫിൽ ഒരുപാട് കാര്യം ആ ഒരു മൊമെന്റിൽ ചിന്തിച്ചത്. അതായത് ഇന്നിപ്പോ ഞാൻ നിൽക്കുന്ന ഈ ഒരു വലിയ വീടും എന്റെ വീട്ടിലിപ്പോ 2 വണ്ടി ഉണ്ട്, 2 ബൈക്ക് ഉണ്ട്. എന്റെ കോളേജ് പഠിപ്പ് കഴിഞ്ഞു. എന്റെ അനിയത്തി ഇപ്പൊ കോളേജ് പഠിക്കുന്നുണ്ട്. എന്റെ അനിയന്മാരും വേറൊരു അനിയത്തിയും സ്കൂള് പഠിക്കുന്നുണ്ട്. അതുപോലെ ഞങ്ങള് സൗദിയിൽ പോയിട്ടുണ്ട്, ഒരുപാട് രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്, ഒരുപാട് സ്ഥലങ്ങൾ കറങ്ങിയിട്ടുണ്ട്. ബാംഗ്ലൂർ, മണാലി, ഇന്ത്യയിലെ കുറെ സ്ഥലങ്ങൾ ഡൽഹിയൊക്കെ പോയിട്ടുണ്ട്. 4 നേരം ഫുഡ് കഴിക്കാൻ കിട്ടുന്നുണ്ട്. എല്ലാം കൊണ്ടും ബ്ലെസ്ഡ് ആണ്. ഇതിനൊക്കെ കാരണം എന്റെ ഉപ്പയാണ്. ഇതായിരുന്നു ഈ ഒരു ഡോക്യുമെന്ററിന്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള സോൾ ആയിട്ടുള്ള റീസൺ. അതായത് ഞാൻ ഇന്നീ നിലയിൽ ഇത്രയും ആസ്വദിച്ച് ലൈഫ് ഇത്രയും അടിച്ചു പൊളിച്ച് നല്ല രീതിക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ റീസൺ എന്റെ ഉപ്പയാണ്. അതായത് എന്റെ ഉപ്പ അത്രയും കാലം ആ ഹോട്ടലിൽ പണിയെടുത്തപ്പോഴും അതിന്റെ ശേഷം വേറെ പണിയെടുത്തപ്പോഴും അതിന്റെ ശേഷം പണി പോയപ്പോഴും അതിന്റെ ശേഷം ഇത്രയും വലിയ ചെലവുകൾ വന്നിട്ടും ഇത്രയും വലിയ ഇടങ്ങാറുകൾ വന്നിട്ടും കടം വന്നിട്ടും എന്ത് വന്നാലും ലൈഫിൽ ഗിവപ്പ് ചെയ്യാണ്ട് പിടിച്ചു നിന്ന് മടുത്തെന്ന് പറയാണ്ട് മതിന്ന് പറയാണ്ട് ജീവിതത്തിൽ തോറ്റെന്ന് പറയാണ്ട് പിന്നെയും അധ്വാനിച്ച് പിന്നെയും അധ്വാനിച്ച് ആ പൈസ ഉണ്ടാക്കി എന്റെ സ്കൂൾ ഫീസ്, എന്റെ കോളേജ് ഫീസ്, 5 നേരം ഇവിടുന്ന് കഴിക്കാനുള്ള ഫുഡ് എനിക്കും എന്റെ അടിയിലുള്ളവർക്കും എന്റെ ഉമ്മാക്കും അതിന്റെ ഇടയിൽ കൂടെ വല്യമ്മാക്കും വല്യപ്പാക്കും പൈസ അയച്ചു കൊടുക്കണം. ആ ഒരു മനുഷ്യനുണ്ടല്ലോ വാപ്പ ഓനെ ഞാൻ ശരിക്കും ഈ 2 മാസം എനിക്ക് പണിയെടുക്കാൻ പറ്റാതെ ഞാൻ അത് അത്ര ഇടങ്ങാറായിക്കണമെന്നുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവൻ നിങ്ങൾക്കും വേണ്ടി അധ്വാനിച്ച് അതിലൊരു പൈസ പോലും സ്വന്തം കാര്യത്തിനും വേണ്ടി മാറ്റിവെക്കാതെ നിങ്ങൾക്കും വേണ്ടി ചെലവാക്കി നിങ്ങളെ ഉപ്പ ഈ ഒരു നിമിഷം നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പോയിട്ട് കെട്ടിപ്പിടിക്കുക. നിങ്ങൾ പറയാ നിങ്ങൾക്ക് ഉപ്പ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാം ഞാൻ ഇന്ന് എന്തെങ്കിലും ആയിക്കണമെന്നുണ്ടെങ്കിൽ അതിന് കാരണങ്ങളാണ് ഉപ്പ എന്നുള്ളത്. കാരണം ജീവിതത്തിൽ ഒരു ആൺകുട്ടി അല്ലെങ്കിൽ ഒരു പെൺകുട്ടി അധ്വാനിക്കാൻ തുടങ്ങുമ്പോഴേ ഇത്രയും കാലം അയാളുടെ വാപ്പ അധ്വാനിച്ചതിന്റെ ആ ഒരു കഷ്ടപ്പാടും അല്ലെങ്കിൽ അതിന്റെ വില എന്താന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. എന്റെ ഉപ്പ ഈ ഒരു 2 ഡയറി കുറിപ്പ് അയച്ചതോടുകൂടി മൊത്തത്തിൽ എന്റെ പെർസ്പെക്റ്റീവ് ചേഞ്ച് ആയി. അതായത് ഇത്രയും കഷ്ടപ്പാടും സങ്കടവും ദേഷ്യം ഇതിന്റെ ഒക്കെ മാറിയിട്ട് എന്റെ ഉപ്പ ഇത്രയും സാക്രിഫൈസ് ആക്കിയിട്ടുള്ള ഒരു തണലിലാണ് ഞാൻ ഇന്ന് ജീവിക്കണേന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കിയത്. ആ ഒരു മനുഷ്യൻ ഇന്ന് വരെ ഒരു കംപ്ലൈന്റ് പറഞ്ഞിട്ടില്ല. അതായത് എനിക്ക് ഇന്ന് വയ്യ, ഇന്ന് ഊരവേദനയാണ് ഞാൻ പണിക്കോണില്ല, ഇന്ന് തലവേദനയാണ് ഞാൻ പണിക്കോണില്ല, ഇന്ന് പൈസ ഇല്ല, നിങ്ങൾ ഇവിടെ ഫുഡ് കഴിക്കണ്ട എന്നൊരു വാക്ക് എന്റെ 22 വർഷത്തിന്റെ ഇടയിൽ ഇന്ന് വരെ ഇന്ന് ഇവിടുന്ന് ഫുഡ് കഴിക്കേണ്ട, ഫുഡില്ല, ഇന്ന് എനിക്ക് പണിക്കോൻ പറ്റൂല എന്ന് വാപ്പ പറഞ്ഞിട്ടില്ല. ഈ ഒരു വീഡിയോ ഞാൻ എന്റെ ഉപ്പാക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നുള്ളത് എനിക്കറിയാം. ഒരുപാട് ഞാൻ പഠിച്ചു ഈ ഒരു 2 മാസത്തില്. സംഭവങ്ങൾ പറഞ്ഞയച്ചതാണെന്നുണ്ടെങ്കിലും ജീവിതത്തിന്റെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ചു. എന്താണ് അധ്വാനം, എങ്ങനെയാണ് ഇന്ന് ഈ നിലയിൽ എത്തിയതെന്നും എന്താണ് നിങ്ങളെ അധ്വാനം കൊണ്ട് എനിക്കുണ്ടായ കാര്യങ്ങളെന്നും ഒക്കെ ഞാൻ പഠിച്ചു. സോ എല്ലാവരും ഈ വീഡിയോ കാണുന്നവരെല്ലാവരും ഉണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പാനെ പോയിട്ടൊന്ന് കെട്ടിപ്പിടിക്കുക. താങ്ക് യു. ഈ ഒരു ഡോക്യുമെന്ററിന്റെ മെയിൻ റീസൺ ഉപ്പാനോടുള്ള നന്ദിയായിരുന്നു.
ഐ ലവ് യു പപ്പ. എന്താ പറയുക, ഒരു 3.5 കോടി റോൾസ് റോയ്സ് ബുക്ക് ചെയ്തിരുന്നു. പക്ഷേ ലേറ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ വേണ്ടെന്ന് പറഞ്ഞു. നമുക്കതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ഞാൻ ഒരു കാര്യം ചെയ്യും, ഞാൻ അന്ന് മറ്റേ റേഞ്ച് റോവറിൻ്റെ ഷോറൂമിൽ പോയിട്ട് ഒരു ഗ്രീൻ ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. ഓക്കെ, അതെന്താ പറയുക, ഗോൾഡ് ദുബായ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ ഗോൾഡ് ഒരു 8 കോടിൻ്റെ സാധനം മൊത്തം വരാണ്ട്. അത് വരുന്ന സമയത്ത് എന്താക്കണം, ഇനി എന്താക്കണം, ഇല്ല അത് വേണ്ട, അത് ഫ്രീ കൊടുത്തേ. അതല്ലേ അത് യൂസുഫ് അലിന്റെ ബ്രദർ വരും, അയാൾക്ക് ഒരു 3.5 കോടിന്റെ ഒരു വേറെ പ്രോപ്പർട്ടി കൊടുക്കണ്ട, അതങ്ങ് കൊടുത്തേ, പ്രശ്നമാക്കണ്ട. ഓക്കെ ഇല്ല, ഒന്നും വിഷയമല്ല. അല്ല ഞാനെന്താ പറയാ, ഞാനിപ്പോ ഒരു ലംബോർഗിനിന്റെ പറയണ്ട, അത് എന്താ പറയാ, അത് ടയർ പഞ്ചറായിട്ട് ഞാൻ ഒഴിവാക്കിയത്. അത് റോഡിലുണ്ടാവും, നീ എടുത്തോ, കളർ മാറ്റിയാൽ മതി. മഞ്ഞ അറിയണ്ട, മഞ്ഞ എന്റെ കളറാണ്. ഞാൻ കളർ മാറ്റിട്ട് എന്റെ സെക്രട്ടറി ഉണ്ട്, എന്റെ സെക്രട്ടറിന്റെ അടുത്ത് കൊടുക്കാം. എന്റെ സെക്രട്ടറിന്റെ അടുത്ത് കൊടുക്കും. അവനോട് ചോദിച്ചാൽ അവൻ പറഞ്ഞു ബാക്കി കാര്യം. എത്ര ഇപ്പൊ 3-4 ഇന്ന് ചോപ്പ് കന്നഡ ആയതുകൊണ്ട് ഫെറാറി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് റെഡിയാക്കി കിട്ടോ? മഞ്ഞ കുഴപ്പമില്ല. അല്ല, റെഡ് വേണം. റെഡ് ആണ്.